US പ്രസിഡന്റ് ജോ ബൈഡന് പ്രായം 81 വയസ്സാണ്. വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലിരിക്കാൻ ബൈഡന് ഈ പ്രായം ഒരു വിലങ്ങുതടിയാകുമെന്നാണ് ഭൂരിപക്ഷം വോട്ടർമാരും വിശ്വസിക്കുന്നത്. ഫെബ്രുവരി 15 മുതൽ ഫെബ്രുവരി 19 വരെ നടത്തിയ വോട്ടെടുപ്പിൽ 67% വോട്ടർമാർ 81-കാരനായ പ്രസിഡന്റിന് രണ്ടാമൂഴം ലഭിച്ചാൽ ഫലപ്രദമായി സേവിക്കാൻ കഴിയില്ലെന്ന് അഭിപ്രായപ്പെട്ടു. 57% പേർ ട്രംപിന്റെ കാര്യത്തിലും ഇതേ അഭിപ്രായം മുന്നോട്ടുവെച്ചു. അദ്ദേഹത്തിന് 77 വയസ്സാണ്. എന്നാൽ അമേരിക്കയെ സേവിക്കാൻ ട്രംപ് മാനസികമായി യോഗ്യനാണെന്ന് 48% പേർ വിശ്വസിക്കുന്നു. എങ്കിലും GOPയിലും ഡെമോക്രാറ്റിക് പ്രസിഡൻഷ്യൽ പ്രൈമറികളിലും പ്രായം ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ്. ട്രംപിന്റെ പ്രാഥമിക എതിരാളി മുൻ UN അംബാസിഡർ നിക്കി ഹേലിയും ഇരുവരുടെയും പ്രായാധിക്യത്തെ വിമർശിച്ചു. എന്നാൽ ട്രംപും ബൈഡനും തങ്ങളുടെ പ്രായത്തെയും ശാരീരിക ക്ഷമതയെയും കുറിച്ചുള്ള ആശങ്കകൾക്കെതിരെ ആഞ്ഞടിച്ചു. എനിക്ക് പ്രായമായി, പക്ഷേ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വ്യക്തമായി എനിക്കറിയാം. രാജ്യത്തിന്റെ പ്രസിഡന്റാണ് താൻ. ഈ രാജ്യത്തെ സ്വന്തം കാലിൽ നിർത്തുന്നയാൾ, ബൈഡൻ പ്രതികരിച്ചു. കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കാൻ തന്ത്രങ്ങളുമായി ബൈഡൻ ഭരണകൂടം US-ന്റെ തെക്കൻ അതിർത്തിയിലെ കുടിയേറ്റം തടയുക. പ്രധാന ലക്ഷ്യം കൃത്യമായ അഭയ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ വേഗത്തിൽ നാടുകടത്താൻ പദ്ധതി. കുടിയേറ്റ പ്രതിസന്ധി പരിഹരിക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ എക്സിക്യൂട്ടീവ് നടപടികളുടെയും ഫെഡറൽ നിയന്ത്രണങ്ങളുടെയും ഒരു പുതിയ ശൃംഖല പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. പദ്ധതിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് US-ന്റെ തെക്കൻ അതിർത്തിയിലെ കുടിയേറ്റം തടയുന്നതിനായുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേസമയം പുതിയതായി പരിഗണനയിലുള്ള നിർദ്ദേശങ്ങൾ വൈറ്റ് ഹൌസിനെ അധികാരത്തിലേറിയ ആദ്യ ദിനങ്ങൾ മുതൽ തടസ്സപ്പെടുത്തിയതും പ്രസിഡന്റിന്റെ ഇത്രയും കാലം വിയോജിച്ചിരുന്ന ഒരു പ്രശ്നത്തിലേക്കുള്ള പുതിയ സമീപനവുമായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. US തുറമുഖങ്ങൾക്കിടയിൽ അഭയം തേടുന്നതിൽ നിന്ന് കുടിയേറ്റക്കാരെ തടയുന്നതിന് ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ ഒരു വിഭാഗം ഉപയോഗിക്കുന്നതും പുതുതായി ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങളിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ അഭയാർത്ഥികൾക്കുള്ള പ്രാഥമിക സ്ക്രീനിംഗ് കടന്നുപോകാൻ കുടിയേറ്റക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിനുമുള്ള പുതിയ വഴികൾ എന്തൊക്കെയാണെന്നും ഭരണകൂടം ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ അഭയ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരെ വേഗത്തിൽ നാടുകടത്താനുള്ള വഴികളും ഭരണകൂടം ആലോചിക്കുന്നുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. മാർച്ച് 7 നടത്താനിരിക്കുന്ന പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്റ്റേറ്റ് ഓഫ് യൂണിയൻ പ്രസംഗത്തിന് മുന്നോടിയായി പുതിയ നയപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും ഒരുപക്ഷെ അടുത്ത ആഴ്ച തന്നെ പുതിയ നയപ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ എന്തെല്ലാം എക്സിക്യൂട്ടീവ് നടപടികൾ സ്വീകരിക്കാമെന്നതിനെക്കുറിച്ച് അന്തിമ തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. അതിർത്തി കരാർ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ നേട്ടമായി മാറ്റാൻ വൈറ്റ് ഹൌസ് ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ എക്സിക്യൂട്ടീവ് നടപടിയുടെ പരിഗണന എന്നാണ് ശ്രദ്ധേയമായ കാര്യം. തെക്കൻ അതിർത്തി തെരഞ്ഞെടുപ്പിൽ പാർട്ടി എങ്ങനെ സ്വീകരിക്കുമെന്ന് ഡെമോക്രാറ്റുകൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആശങ്കയ്ക്കിടെയാണ് ഇതെന്നും ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. പുതിയ നയപ്രഖ്യാപനങ്ങൾ അതിർത്തിയിലേക്ക് വരുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്നും പീക്ക് മൈഗ്രേഷൻ സീസൺ അടുത്തു വരുന്നതിനാൽ പ്രശ്നം പരിഹരിക്കാനുള്ള എല്ലാ ഓപ്ഷനുകളും ഉണ്ടെന്ന് വോട്ടർമാർക്ക് ബോധ്യമാകുമെന്നും ആണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. ദശാബ്ദങ്ങളിലെ ഏറ്റവും കടുപ്പമേറിയതും നീതിയുക്തവുമായ ഉഭയകക്ഷി അതിർത്തി സുരക്ഷാ ബിൽ നൽകുന്നതിന് ഭരണകൂടം മാസങ്ങളോളം ചർച്ചകൾ നടത്തിയെന്ന് വൈറ്റ് ഹൌസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.